ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ചതിന് 10 ബംഗ്ലാദേശി ഹിന്ദുക്കൾ അറസ്റ്റിലായി. അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നതായിട്ടാണ് അറസ്റ്റിലായവർ പോലീസിനോട് പറഞ്ഞത്. ഇതുമൂലം സംഘർഷഭരിതമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇപ്പോഴും ഭീഷണി നേരിടുന്നതായും ഇവർ പറയുന്നു. ഈ സാഹചര്യത്തിൽ ഹിന്ദുക്കൾ അവിടെ നിന്ന് അഭയാർത്ഥികളായി പോകാൻ തുടങ്ങിയതായും അതിനാലാണ് തങ്ങളും അഭയാർത്ഥികളായി എത്തിയത് എന്നുമാണ് ഇവർ പറഞ്ഞത്. അംബാസ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അസമിലെ സിൽച്ചാറിലേക്ക് ട്രെയിനിൽ കയറാൻ ശ്രമിച്ച 2 സ്ത്രീകളും 3 യുവാക്കളും ഒരു വൃദ്ധനും ഉൾപ്പെടെ 10 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെല്ലാം ഹിന്ദുക്കളാണ് എന്നതും ശ്രദ്ധേയമാണ്. ഞങ്ങൾ ഒരു കാരണവശാലും ബംഗ്ലാദേശിലേക്ക് മടങ്ങില്ല. ബംഗ്ലാദേശിലെ സ്ഥിതി വളരെ മോശമാണ്. ഹിന്ദുക്കളുടെ ജീവനും സ്വത്തിനും നേരെയുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. അറസ്റ്റിലായവരിൽ ഒരാൾ ശങ്കർ ചന്ദ്ര എന്ന വ്യക്തിയാണ് പറഞ്ഞത്. ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ ചില സ്വത്തുക്കൾ വിറ്റു. എന്നാൽ വീട്ടു സാധനങ്ങളും ബാക്കിയുള്ള സ്വത്തുക്കളും ഞങ്ങൾ അവിടെ ഉപേക്ഷിച്ചു. ആയിരക്കണക്കിന് ഹിന്ദു കുടുംബങ്ങൾ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. പല കാരണങ്ങളാൽ അതിന് കഴിഞ്ഞില്ല. അന്നത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് സർക്കാരിന്റെ കാലത്തെ ഭരണത്തിൽ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു. ഞങ്ങളുടെ പ്രദേശങ്ങളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ശത്രുതയുണ്ടായിരുന്നില്ല. എന്നാൽ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ കാവൽ സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങൾ ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമായി ക്രൂരമായ പീഡനങ്ങൾക്കും വർഗീയമായ ചേരിതിരിവിനുമൊക്കെ ഞങ്ങൾ ഇരയാക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുന്നറിയിപ്പുകൾ അവഗണിച്ച് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുകയാണ് ഇപ്പോഴും. ധാക്കയിലെ തങ്ങളുടെ കേന്ദ്രവും ക്ഷേത്രവും അക്രമികൾ തീവച്ച് നശിപ്പിച്ചതായി ഇസ്കോണിന്റെ നേതാവ് അറിയിച്ചു. ഇന്നലെ പുലർച്ചെ ദോർ ഗ്രാമത്തിലായിരുന്നു സംഭവം. വിഗ്രഹങ്ങളടക്കം കത്തി നശിച്ചു. ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തുള്ള തകര മേൽക്കൂര ഉയർത്തി പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു. ബംഗ്ലാദേശിൽ ഇസ്കോണിനെ നിരോധിക്കാൻ സർക്കാർ നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് പുതിയ സംഭവം അരങ്ങേറുന്നത്. ആക്രമണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ഇസ്കോൺ മുൻ അംഗം ചിന്മയ് കൃഷ്ണദാസ് ബ്രഹ്മചാരിയെ ബംഗ്ലാദേശ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടച്ചിരുന്നു. ദാസ് അടക്കം 17 സന്യാസിമാരുടെ ബാങ്ക് അക്കൗണ്ടുകളാണ് മരവിപ്പിക്കപ്പെട്ടത്. ദാസിന് ജയിലിൽ ഭക്ഷണവും മരുന്നുമായി എത്തിയ സന്യാസിമാരെ വാറണ്ടില്ലാതെ അറസ്റ്റിലാക്കുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിലേക്ക് പുറപ്പെട്ട 63 ഇസ്കോൺ സന്യാസിമാരെ ബംഗ്ലാദേശ് അധികൃതർ അതിർത്തി കടക്കാൻ അനുവദിക്കാതിരുന്നതും പ്രതിഷേധത്തിന് കാരണമായി. നിരവധി ഇസ്കോൺ കേന്ദ്രങ്ങളും ക്ഷേത്രങ്ങളും ബലം പ്രയോഗിച്ച് അടിച്ചു നശിപ്പിച്ചു എന്നും ആരോപണമുണ്ട്. എന്നാൽ ഇതേ സമയം ആസാമിൽ അതിർത്തിക്കടുത്തുള്ള കുശിയാരയിൽ കടന്നു കയറി ക്ഷേത്ര പുനരുദ്ധാരണം തടഞ്ഞ ബംഗ്ലാദേശ് പട്ടാളക്കാരെ BSF മടക്കി അയച്ചു. അതിർത്തിയിൽ ശ്രീഭൂമി ജില്ലയിൽ കുശിയാര നദിക്കരയിലുള്ള മാനസ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം തടയാനായിരുന്നു ശ്രമം. തങ്ങളുടെ നാട്ടിൽ നിന്നാൽ ക്ഷേത്രം കാണാമെന്നും ഇത് അനിസ്ലാമികമാണെന്നും പറഞ്ഞായിരുന്നു വ്യാഴാഴ്ച ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് പട്ടാളക്കാർ അന്താരാഷ്ട്ര അതിർത്തി രേഖയിൽ കടന്നെത്തിയത്. തകർന്ന ക്ഷേത്രം പുനർനിർമ്മിക്കാൻ ആസാം സർക്കാർ 3 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. വ്യാഴാഴ്ചയാണ് പുനരുദ്ധാരണം തുടങ്ങിയത്. ബംഗ്ലാദേശിലെ ജാക്കിഗഞ്ചിൽ നിന്ന് സ്പീഡ് ബോട്ടിലെത്തിയ ബംഗ്ലാ പട്ടാളക്കാർ ക്ഷേത്ര പുനരുദ്ധാരണം നിർത്താൻ പറയുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ BSF അധികൃതർ അവരെ മടക്കി അയക്കുകയും പുനരുദ്ധാരണം തടയാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. ശ്രീഭൂമിയിൽ ബംഗ്ലാദേശുമായി ഭാരതത്തിന് 94 കിലോമീറ്റർ അതിർത്തികളാണുള്ളത്. ഇതിൽ 43 കിലോമീറ്ററും നദിയാണ്. ഇവിടെ വേലിക്കെട്ടില്ല. അതിനാലാണ് ബംഗ്ലാ പട്ടാളം കടന്നു കയറിയത്. ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാജ്യമാണ്. എങ്കിൽ പോലും അവിടെയുള്ള ഹിന്ദുക്കൾ ഒരിക്കൽ ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ സഹോദരങ്ങളും ബന്ധുക്കളും തന്നെയാണ്. ആപത്ഘട്ടത്തിൽ അവരെ രക്ഷിക്കേണ്ടത് ഭാരത സൈന്യത്തിന്റെ കൂടെ ചുമതലയാണ്. ഇതാണ് പൊതുവെ ഉയരുന്ന ചോദ്യം. കേൾക്കുമ്പോൾ ന്യായമാണ് എന്ന് തോന്നുമെങ്കിലും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ തീവ്രവാദ പ്രവർത്തനത്തിലൂടെ അട്ടിമറിച്ച് ജമാഅത്തെ ഇസ്ലാമി എന്ന ഇസ്ലാമിക ഭീകര സംഘടന ബംഗ്ലാദേശ് ഭരിക്കുകയാണ്. അട്ടിമറിയിലൂടെ അധികാരത്തിൽ വന്ന ഭീകര സംഘടനയ്ക്കെതിരെ സൈനിക നടപടി ന്യായമല്ലേ എന്നും നമുക്ക് സംശയിക്കാം. ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വസ്തുത ഇത് ബംഗ്ലാദേശിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല എന്നതാണ്. രാജ്യാന്തര തലത്തിൽ ഭാരതത്തിനെതിരെയുള്ള ഒരു ഗൂഢനീക്കം കൂടിയാണ്. അതിലൊരു കെണി ഒളിച്ചു വെച്ചിട്ടുമുണ്ട്. പ്രകോപിപ്പിച്ച് കെണിയിൽ വീഴ്ത്താനുള്ള ശ്രമം അതിലുണ്ട്. ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ബംഗ്ലാദേശ് അടക്കമുള്ള മേഖലയിലെ ഹിന്ദു സമൂഹത്തിനാകമാനം അത് ദോഷമായി മാറും. ആഗോളതലത്തിൽ
ഭാരതം ആർജിക്കുന്ന അംഗീകാരവും മാന്യതയും സ്വാധീനവും തകർക്കുക എന്നതാണ് ഗൂഢലക്ഷ്യം. മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറുന്നതിന് രാജ്യാന്തര നിബന്ധനകളുണ്ട്. അത് ലംഘിച്ചാൽ ആഗോളതലത്തിൽ ഭാരതത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽക്കും. അത് പല വൻ ശക്തികളെയും നമുക്കെതിരാക്കും. അതാണ് ഈ പ്രശ്നത്തിന് പിന്നിലുള്ളവർ ആഗ്രഹിക്കുന്നത്. മുസ്ലിങ്ങൾ ഒഴികെയുള്ള എല്ലാ മതവിഭാഗങ്ങളും ഇന്ന് ബംഗ്ലാദേശിൽ അക്രമത്തിന് ഇരയാകുന്നുണ്ട്. ഹിന്ദുക്കളോടൊപ്പം അക്കൂട്ടത്തിൽ ബുദ്ധമതക്കാരും ക്രിസ്ത്യാനികളുമുണ്ട്. ഇവ രണ്ടും ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒട്ടേറെ രാജ്യങ്ങൾ ലോകത്തുണ്ട്. അവരാരും ബംഗ്ലാദേശിലെ ക്രൈസ്തവരെയോ ബൗദ്ധരെയോ രക്ഷിക്കാൻ വേണ്ടി സൈനിക നീക്കം ആരംഭിച്ചിട്ടില്ല എന്നതും ശ്രദ്ധിക്കണം. എന്നാൽ ഇതേ ന്യായം മാത്രം പറഞ്ഞുകൊണ്ടല്ല ഭാരതം സൈനിക നടപടിക്ക് മുതിരാത്തത്. ബംഗ്ലാദേശിലെ കീഴടക്കാനുള്ള കരുത്ത് ഇന്ന് ഭാരതത്തിനുണ്ട്. ഭാരതത്തിന്റെ സൈനിക ശക്തിക്ക് മുമ്പിൽ ബംഗ്ലാദേശ് ഒന്നുമല്ല. മാത്രമല്ല, ബംഗ്ലാദേശിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വളരെ വലിയ വിഭാഗം ഉൽപ്പന്നങ്ങളും ഭാരതത്തിലാണ് മാർക്കറ്റ് കണ്ടെത്തുന്നത്. ബംഗ്ലാദേശിന്റെ സാമ്പത്തിക സ്ഥിതിയെ താങ്ങി നിർത്തുന്നത് തന്നെ ഒരളവ് വരെ ഭാരതമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഭാരതം ബംഗ്ലാദേശിനെ കടന്നാക്രമിക്കുന്നില്ല എന്ന ചോദ്യത്തിന് വ്യക്തമായ 5 കാരണങ്ങളാണുള്ളത്. അങ്ങനെ ചെയ്താൽ അത് നമ്മുടെ അയൽ രാജ്യമായ മ്യാൻമാർ, ശ്രീലങ്ക, മാലിദ്വീപ്, നേപ്പാൾ, ഭൂട്ടാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെല്ലാം ഭീതി വിതയ്ക്കും. അതില് ചൈന പോലെയുള്ള രാഷ്ട്രങ്ങൾക്ക് നല്ല രൂപത്തിൽ സുവർണ അവസരവും കിട്ടും. ഭാരതം ബംഗ്ലാദേശിനെ കീഴടക്കിയാൽ ബാക്കി രാജ്യങ്ങളെ ചൈന തങ്ങളുടെ സഖ്യകക്ഷിയാക്കി നിർത്താൻ സാധ്യതയുണ്ട്. ഭാരതം മുൻകൈയെടുത്തുണ്ടാക്കിയ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ എന്ന അന്താരാഷ്ട്ര സംവിധാനത്തെ തകർക്കാനും ഭാരതത്തിന്റെ സ്ഥാനത്ത് ചൈന കടന്നുവന്ന് സാർക്ക് രാജ്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും അത് വഴി തുറക്കും. ഭാരതത്തിലെ പ്രതിപക്ഷ കക്ഷികൾ ഇക്കാര്യത്തിൽ ചൈന, പാകിസ്ഥാൻ എന്നിവരോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുകയും കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിം തീവ്രവാദികളും ഒരു ലൈനിൽ വരികയും ചെയ്യും. ഭാരതത്തെ തകർക്കാൻ ഇപ്പോൾ തന്നെ വലിയ പ്രോജക്റ്റുകളും സമ്പത്തുമായി ഒരുങ്ങിയിരിക്കുന്ന ജോർജ് സോറോസിനെ പോലെയുള്ള ആളുകൾക്ക് ഇത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു അവസരമാവും. ഒരിക്കൽ അമേരിക്കയുടെ സഖ്യകക്ഷിയായി നിന്നുകൊണ്ട് സോവിയറ്റ് യൂണിയനെ എതിർക്കാൻ ഒപ്പമുണ്ടായിരുന്ന ചൈന വീണ്ടും ശക്തിയാർജിച്ച് മുസ്ലിം രാഷ്ട്രങ്ങളോടും യൂറോപ്യൻ രാഷ്ട്രങ്ങളോടും സഖ്യമുണ്ടാക്കാൻ ഒരു മുന്നണി രൂപീകരിക്കാനും ഇത് വഴിയൊരുക്കും. ബംഗ്ലാദേശിൽ ഭാരതം സൈന്യത്തെ അയച്ചാൽ ലോകത്ത് ഹിന്ദുക്കൾ താമസിക്കുന്ന ഏത് രാജ്യത്തേക്കും എന്ത് പ്രശ്നമുണ്ടായാലും ഭാരതം സൈന്യത്തെ അയക്കണം എന്ന ആവശ്യം ഉയരും. ഏതൊരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെയും അതിർത്തിക്കുള്ളിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ എന്തിന്റെ പേരിലായിരുന്നാലും അതത് രാജ്യത്തിന്റെ നിയമത്തിനും അധികാരത്തിനും ഉള്ളിൽ നിന്നുകൊണ്ട് പരിഹരിക്കുന്നതിനാണ് ശാശ്വതമായിട്ടുള്ള പരിഹാരം. താൽക്കാലികമാണെങ്കിൽ പോലും ആ രാജ്യം ഭരിക്കുന്നത് തീവ്രവാദികളോ ജനാധിപത്യം അട്ടിമറിച്ച് മറ്റ് തീവ്രവാദ സംവിധാനങ്ങളോ ആണെങ്കിൽ പോലും രാജ്യത്തിന്റെ പരമാധികാരത്തിനുള്ളിലേക്ക് മറ്റൊരു രാജ്യം കടന്നു ചെല്ലുമ്പോൾ ചിത്രം ആകപ്പാടെ മാറുകയും കടന്നു ചെന്ന രാജ്യം സാമ്രാജ്യത്വ ശക്തിയായും അധിനിവേശ ശക്തിയായും ചിത്രീകരിക്കപ്പെടുകയും ചെയ്യും. അന്താരാഷ്ട്ര ശാക്തിക കേന്ദ്രങ്ങളിൽ ചേരികളിൽ പോലും വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. പുറത്തുനിന്ന് കടന്നു വന്ന രാജ്യത്തിനെതിരെ പുതിയ ശക്തികൾ ചേരികൾ രൂപീകരിക്കും. ഭാരതം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യവും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവുമാണ്. ആഗോളതലത്തിൽ വൻ ശക്തി രാഷ്ട്രങ്ങളെ അതിവേഗം പിന്നിലാക്കി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സൈനിക ശക്തി കൂടിയാണ് ഭാരതം. ഈ അവസരത്തിൽ ഭാരതത്തെ രാജ്യാന്തര തലത്തിൽ ദുർബലപ്പെടുത്തുന്ന ഏത് നീക്കവും താൽക്കാലിക നേട്ടമുണ്ടാക്കുമെങ്കിലും ദീർഘകാലയളവിൽ ഭാരതത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതും സാമ്പത്തിക സൈനിക പുരോഗതികളെ അട്ടിമറിക്കുന്നതുമാകാനിടയുണ്ട്. ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം ആഭ്യന്തരമായി തന്നെ ഉണ്ടായെങ്കിലേ ദീർഘകാല സമാധാന കരാറിലേക്കും നിയമപരമായ പരിഹാരത്തിലേക്കും അതെത്തും. തീവ്രവാദികളാണ് പ്രശ്നത്തിന് കാരണമെന്ന് ആ രാജ്യത്തെ ജനതയും ഭരണകൂടവും തിരിച്ചറിയുകയും ശാശ്വതമായ സമാധാനത്തിന് ഇത്തരം ശക്തികളെ ഒഴിവാക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണ് എന്നും തദ്ദേശീയ ജനത മനസ്സിലാക്കണം. ഇപ്പോഴത്തെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയിൽ ഭാരതത്തിന്റെ സ്ഥിര അംഗത്വത്തിനു വേണ്ടിയുള്ള മറ്റ് രാജ്യങ്ങൾ വാദിക്കുന്ന അനുകൂലമായ സാഹചര്യമുണ്ട്. അതിനടിസ്ഥാനപരമായ പല കാരണങ്ങളുമുണ്ട്. ലോകരംഗത്ത് സ്വതന്ത്രവും നിഷ്പക്ഷവും എന്നാൽ നീതിയുക്തവുമായ നിലപാടുകൾ എടുക്കുന്നതിൽ മാത്രമല്ല പല ശത്രു രാജ്യങ്ങൾക്കിടയിലും മധ്യസ്ഥത നിർവഹിക്കുന്നതിലും ഇന്ന് ഭാരതത്തിന്റെ ശബ്ദത്തിന് വളരെയേറെ സ്വീകാര്യതയുണ്ട്. അന്താരാഷ്ട്ര രംഗത്ത് അമേരിക്കയും റഷ്യയ്ക്കും ചൈനയ്ക്കും ബ്രിട്ടനും മറ്റും ഉണ്ടായിരുന്ന സ്ഥാനത്തേക്കാൾ വലിയ സ്ഥാനത്താണ് ഇന്ന് ഭാരതം. മാത്രമല്ല ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും ഭാരതത്തെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യവും ഇന്ന് നിർമ്മിച്ചെടുക്കാൻ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭാരതം ബംഗ്ലാദേശിൽ സൈനികമായി ഇടപെടുകയാണെങ്കിൽ
മേൽപ്പറഞ്ഞ എല്ലാ അനുകൂല സാഹചര്യങ്ങളും നഷ്ടപ്പെടും. ദീർഘകാലാടിസ്ഥാനത്തിൽ ശക്തവും സ്വാധീനശേഷിയുള്ളതുമായ ലോക നേതൃത്വം അംഗീകരിക്കുന്നതുമൊക്കെയായ സുശക്തമായ ഭാരതത്തിന്റെ സാധ്യത നഷ്ടപ്പെടും. അത് ബംഗ്ലാദേശിലടക്കം ആഗോളതലത്തിലുള്ള ഭാരതീയ വംശജരുടെ സുരക്ഷയെ ബാധിക്കും. രാജ്യാന്തര ഭീകര സംഘടനകൾ ആഗ്രഹിക്കുന്നതും ആ രൂപത്തിലൊരു ആഭ്യന്തര പ്രശ്നം തന്നെയാണ്. നന്ദി.